എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം പോയാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ വില പരിശോധിക്കാറുണ്ട്. അതായത് തുണിക്കടയിൽ പോയാൽ പ്രൈസ് ടാഗ് നമ്മൾ ചെക്ക് ചെയ്യും. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തൊക്കെ വാങ്ങാൻ പോയാലും അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയോ അവിടെ എഴുതി വച്ചിരിക്കുന്ന വില നമ്മൾ നോക്കുകയോ ചെയ്യും. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സിന് പല വിലയായിരിക്കും. ഒരു ആപ്പിൾ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ രുചിയിലും ഗുണത്തിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞ് പല വിലകൾ നമ്മൾ കാണും. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പോക്കറ്റിനനുസരിച്ച് നമുക്ക് സാധിക്കാവുന്ന വിലയിലാണോ വാങ്ങിക്കാൻ സാധിക്കുക എന്ന് നോക്കാതെ സാധാരണ ആരും സാധനങ്ങൾ വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സാധനം കിട്ടാൻ, ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടാനൊക്കെ നമ്മൾ പരിശ്രമിക്കുക സ്വാഭാവികമാണ്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പോലുമുണ്ട്. എന്നാൽ നമ്മൾ കുട്ടികൾ അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ബെസ്റ്റ് നിങ്ങൾക്ക് തരാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരികയും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവർ കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് മനസ്സിലാക്കണം എന്ന് മാത്രം. പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി ചെയ്യുന്നത് എൻ്റെ മാതാപിതാക്കൾ എന്തിനോ വേണ്ടി ചെയ്തു തരുന്നു, ഞാനത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം തോന്നിയിട്ടുള്ള ഒരു സങ്കടകരമായ കാര്യം, നിങ്ങൾ പഠിക്കുന്നവരാണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്കൊരു ധാരണയുമില്ല. പലപ്പോഴും പല മാതാപിതാക്കളും അവരുടെ ശമ്പളത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു തുകയും ചിലവാക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ബെസ്റ്റ് നിങ്ങൾക്ക് തരാൻ അവർ പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് ബെസ്റ്റായിട്ട് റിട്ടേൺ കൊടുക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. കുട്ടികളായ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതും അതുതന്നെയാണ്. ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുവന്നു, നല്ല ആപ്പിളാണെന്ന് കരുതി നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നു. ആ ആപ്പിൾ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ പുഴുക്കളാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെയാണ് നിങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം. നല്ല സ്ഥലത്ത് പോയി നല്ല ഫീസ് കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് വളരെയധികം മോശമായി പോകും. ആ നിങ്ങളുടെ സമയം, നിങ്ങളുടെ കാലഘട്ടം, നിങ്ങളുടെ പഠനം, പൈസ അതിലേറെ ചിലവാക്കിയത് എല്ലാം അവർക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ലഭിക്കുന്ന ഓരോ സമയവും ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ നന്നായിരുന്നു പഠിച്ച് ഏറ്റവും നല്ലത് മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കുകയല്ല, ഞാൻ ആ മാതാപിതാക്കൾ ചിലവാക്കിയ പൈസയ്ക്ക് നല്ല മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് വിദ്യാഭ്യാസം ഞാൻ നേടിയെടുക്കും എന്നുള്ള ഉറച്ച പ്രതിജ്ഞയോടുകൂടി വേണം നല്ല മക്കൾ വളരാൻ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മാതാപിതാക്കൾ ചിലവാക്കുന്ന പൈസയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി നല്ല പോലെ പഠിച്ച് ദ ബെസ്റ്റസ്റ്റ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പഠനം വെറുതെ ആകരുത്. ദ ബെസ്റ്റ്, ട്രൈ ഫോർ ദ ബെസ്റ്റ്.